യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയവും ജോസഫുമായുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ ഒരു ദിവസം ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. മറിയമേ, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശുവെന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിന്റെ ഭവനത്തിന്മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും. അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുന്നു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ, നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരുന്ന അവൾക്കിത് 6-ാം മാസമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അടഞ്ഞ നേരം മറുവാക്കു ചൊല്ലിടാതെ നൽകി നീ നിൻ യൗവനം ഭൂലോകനാഥന്റെ അമ്മയാകാം. തന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഗർഭിണിയാണെന്ന വിവരം കേട്ട മറിയം അവളെ ശുശ്രൂഷിക്കുവാനായി ഉടനെ തന്നെ അവിടേക്ക് യാത്രയായി. മറിയം, എലിസബത്ത്, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്. നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കൊതിച്ചു ചാടി. ജോസഫിന്റെ ഭവനം. മറിയം ഗർഭിണിയാണെന്ന വിവരം അറിയുന്ന ജോസഫ് അസ്വസ്ഥനാകുന്നു. ദൈവമേ, മറിയം ഗർഭിണിയോ? ഈ ഒരവസ്ഥയിൽ ഞാൻ അവളെ പരസ്യമായി ഉപേക്ഷിച്ചാൽ അവൾ സമൂഹത്തിന് മുമ്പിൽ കല്ലെറിയപ്പെടും. ഒരുപക്ഷെ ഞാൻ അവളെ രഹസ്യമായി ഉപേക്ഷിച്ചാൽ അവൾ അപമാനത്തിൽ നിന്ന് രക്ഷ നേടുമല്ലോ. ദൈവമേ, എല്ലാം അങ്ങയുടെ ഹിതം. ദാവീദിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടുന്നു. ആ കാലത്ത് ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കപ്പെടണം എന്ന അഗസ്ത സീസറിൽ നിന്ന് കൽപ്പന പുറപ്പെട്ടു. കിരീനിയോസ് സിറിയയിൽ ദേശാധിപതിയായിരിക്കുമ്പോൾ ആദ്യത്തെ ഈ പേരെഴുത്ത് നടന്നു. പേരെഴുതിക്കാനായി ഓരോരുത്തരും താങ്കളുടെ നഗരത്തിലേക്ക് പോയി. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രേത്തിൽ നിന്ന് യൂദയായിൽ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി.
അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയം അടുത്തു. എനിക്ക് വയ്യ ജോസഫ്. ഇനി ഒരടി നടക്കാൻ എനിക്ക് സാധിക്കില്ല. അമ്മേ, നീ ഇവിടെ ഇരിക്കൂ, ഞാനൊരു സ്ഥലം കണ്ടുപിടിക്കട്ടെ. നിനക്കെന്ത് വേണം? എന്നോട് ദയ കാണിക്കണമേ. എന്റെ ഭാര്യയ്ക്ക് പ്രസവ സമയം അടുത്തു. ഞങ്ങൾക്ക് ഒരല്പം ഇടം തരണം. ഇല്ല ഇല്ല, അല്പം പോലും സ്ഥലമില്ല. ആളുകളെ കൊണ്ട് സത്രം നിറഞ്ഞു. നിങ്ങൾ വേറെ എവിടെയെങ്കിലും അന്വേഷിക്കൂ. ആരെയും അകത്തേക്ക് കയറ്റിവിടരുത്. ദയവായി ഞങ്ങളെ പരിഗണിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. എന്റെ ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. ദയവായി അല്പം ഇടം തരണമേ. എനിക്ക് നിങ്ങളെ സഹായിക്കാൻ സാധിക്കുകയില്ല. പേരെഴുതിക്കാനായി വന്ന ജനങ്ങളെ കൊണ്ട് ബെത്ലഹേം നിറഞ്ഞിരിക്കുന്നു. എല്ലായിടത്തും തിരക്കാണ്. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും സ്ഥലം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കിവിടെ ഒരു മുറിയും ലഭിക്കില്ല. മേരി, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഒരല്പം മുമ്പോട്ട് പോയി മറ്റേതെങ്കിലും സ്ഥലം അന്വേഷിക്കാൻ സാധിക്കുമോ? എനിക്ക് സാധിക്കില്ല. ഈ സമയത്ത് വേറെ എവിടെയെങ്കിലും സ്ഥലം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നോണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു സ്ഥലം കാണിച്ചു തരാം. അതാ അവിടെ ഒരു കുടിലിന്റെ മുമ്പിൽ തീ കൂട്ടിയിരിക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? ഉവ്വ്. ആ കുടിലിന്റെ പുറകിലായ ഒരു സ്ഥലമുണ്ട്. അവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതൊരു സത്രമല്ല, പക്ഷേ ഇപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടും. അതൊരു പുൽത്തൊഴുത്താ. നമുക്ക് പതിയെ അവിടേക്ക് പോകാം. പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാരുണ്ടായിരുന്നു. സ്വർഗീയ സൈന്യത്തിന്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രജപാലകർ. ദേവനാദം കേട്ടു ആമോദരാ, സ്വർണരാജികൾ വിടരും വാനി, വെള്ളിമേഘങ്ങൾ. പൗരസ്ത്യദേശത്ത് നിന്ന് വന്ന 3 രാജാക്കന്മാർ. അവരും ഉണ്ണിയെ തേടി ജെറുസലമിലെത്തി. കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം, അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു. ദൂരെ നിന്നും ദൂരെ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി.
ദിവ്യതാരം തിളങ്ങി നിന്നു, വാനം തെളിഞ്ഞു നിന്നു, ദിവ്യതാരം തിളങ്ങി നിന്നു. അവർ കുമ്പിട്ട് ആരാധിക്കുകയും പൊന്ന്, മീറ, കുന്തിരിക്കം എന്നിവ കാഴ്ചയർപ്പിക്കുകയും ചെയ്തു. വാനിൽ സംഗീതം, മണ്ണിതിൽ സന്തോഷം, സ്വർഗം തുറന്നു സുവിശേഷവുമായി. ഗ്ലോറിയ ഇൻ എക്സൽസിസ് ദേവോ, ഗ്ലോറിയ